രാധേ ഇന്ന് ഭഗവത്ഗീതയിലെ മറ്റൊരു ശ്ലോകമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഏതാണെന്ന് നോക്കാം. യോഗസ്ഥ കുരു കർമാണി സംഘം ത്വക്ത ധനഞ്ജയ സിദ്ധസിദ്ധോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യത്തെ. ഇതാണ് ശ്ലോകം. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഹേ ധനഞ്ജയ, ഹേ അർജുന, ആസക്തി ഉപേക്ഷിച്ച് വിജയത്തിലും പരാജയത്തിലും തുല്യമായ മനസ്സോടുകൂടി യോഗത്തിൽ ഉറച്ചു നിന്ന് കർമ്മം ചെയ്യുക. കാരണം നീ ഇപ്പൊ എന്താണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നീ കർമ്മം ചെയ്യുക. ഇപ്പൊ ഒരു വിജയമായാലും പരാജയമായാലും അതിനെക്കുറിച്ച് ആലോചിച്ച് തല ഇങ്ങനെ പുകയ്ക്കാതെ നീ വിജയത്തെയും പരാജയത്തെയും ഒരേപോലെ കാണാൻ പഠിക്കണം എന്നാണ് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്തൊക്കെ ഈ ഒരു വിജയം വരുമ്പോൾ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുക, ദുഃഖം വരുമ്പോൾ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുക, ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഒരേ ഭാവത്തോടു കൂടി കാണുക. ഇപ്പൊ സന്തോഷം വരികയാണെങ്കിൽ അമിതമായിട്ട് ആഹ്ലാദിക്കാതിരിക്കുക. ഇപ്പൊ ഒരു ദുഃഖം വരികയാണെങ്കിൽ അമിതമായിട്ട് ഡൗൺ ആവാതിരിക്കുക. രണ്ടിനെയും സമഭാവനയോട് കൂടി കാണുക. കാരണം ലൈഫ് എന്ന് പറയുന്നത് ഈ സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും എന്നൊക്കെ പറഞ്ഞ ഒരു കോയിന്റെ രണ്ട് വശമാണ്. അത് വന്നും പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിലൊന്നും ആസക്തിപ്പെടാതെ നീ ചെയ്യുന്ന കാര്യം വ്യക്തമായി അതിൽ മുഴുകിക്കൊണ്ട് ചെയ്യുക. ഇതൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സന്തോഷമായാലും ദുഃഖമായാലും ഒരേപോലെ കാണുന്ന വ്യക്തിയായിരിക്കും ഏറ്റവും കൂടുതൽ മനോബലമുള്ള വ്യക്തി. അപ്പൊ നിങ്ങളും ഇതേപോലെ മനോബലമുള്ള വ്യക്തിയായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? സന്തോഷം വന്നാലും വിജയം വന്നാലും പരാജയം വന്നാലും സമഭാവനയോടുകൂടി കാണുക. അതാണ് വേണ്ടത്. അത് ഇന്നത്തെ കാലത്ത് ആർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ എല്ലാവരും അതിന് പരിശ്രമിക്കുക. രാധേ രാധേ.